മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം. മാലിദ്വീപിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രവാസികൾ ദുരിതത്തിലാണെന്ന് പറയുന്നു നമ്മുടെ മുബഷീർ പി അക്ബർ. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി പേരാണ് മാലിദ്വീപിൽ ജോലി ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലേക്ക് അയക്കാൻ കഴിയുന്ന തുകയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഇപ്പോൾ പ്രതിസന്ധിക്ക് കാരണം. ഒരു മാസം അയക്കാൻ കഴിയുന്ന പരമാവധി തുക $150, അതായത് 13,000 രൂപയാക്കി പരിമിതപ്പെടുത്തി. നേരത്തെ 34,000 രൂപയായിരുന്നു. മാലിദ്വീപിലെ വിദേശ നാണ്യ ശേഖരത്തിലെ കുറവാണിപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ആദ്യം ഞങ്ങളുടെ റെമിറ്റൻസ് $500 നിജപ്പെടുത്തി. അതിനുശേഷം $400 പോയും ഇന്നലെ വന്ന സർക്കുലർ പ്രകാരം വെറും $150 നിജപ്പെടുത്തുകയും ഉണ്ടായിരുന്നു. അതായത് നാട്ടിലെ വെറും 12,000 രൂപ. ഈ 12,000 രൂപ കൊണ്ട് നാട്ടിലെ ആവശ്യങ്ങൾ എങ്ങനെ നിർവഹിക്കപ്പെടാനോ? അതുകൊണ്ട് തന്നെ ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ SBI കോൺടാക്ട് ചെയ്തു, ഇന്ത്യൻ എംബസിയെയും ഹൈ കമ്മീഷനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങൾക്ക് അവിടെ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് ലഭ്യമായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷവും 3 ലക്ഷവും രൂപ ഏജന്റുകൾക്ക് കൊടുത്ത് ആകർഷകമായ രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ ലഭ്യമായിക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വരുന്നത്. എന്നിട്ട് നമുക്ക് നമ്മൾ സ്വന്തം അധ്വാനിച്ച പണം നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റാത്ത വളരെ ദുരിതപൂർണമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ സർക്കാരുകൾ എല്ലാം ഉണർന്ന് പ്രവർത്തിക്കുകയും ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുകയും ചെയ്യാം. മുബഷീർ പി അക്ബറാണ് ചേരുന്നത്. മുബഷീർ, അവരുടെ ആവശ്യം, പ്രയാസം വളരെ ന്യായം തന്നെയാണെന്ന് മനസ്സിലാകും. ഒറ്റയടിക്കാണ് ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. തീർച്ചയായും വിനീത, വളരെയധികം പ്രയാസത്തിൽ തന്നെയാണ് മാലിദ്വീപിലെ ഇന്ത്യൻ പ്രവാസികൾ. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് ഏകദേശം 10,000-ലധികം വരുന്ന പ്രവാസികൾ മാലിദ്വീപിൽ വിവിധ മേഖലകളിലായി ജോലി ചെയ്യുന്നുണ്ട്. അധ്യാപന മേഖല, ആശുപത്രി മേഖലയിൽ ഉൾപ്പെടെ, കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള മലയാളികൾ ഉൾപ്പെടെ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ രാജ്യത്ത് ഏറ്റവും അധികം പ്രയാസം നേരിടുന്നൊരു മേഖല, വിദേശ നാണ്യ ശേഖരത്തിന്റെ വലിയ ഒരു ഇടിവ് വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രവാസികളും വലിയ ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർ അവിടെ സമ്പാദിക്കുന്ന പണം തിരിച്ച് നാട്ടിലേക്ക് അയക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു അറിയിപ്പ് അവർക്ക് ബാങ്കിൽ നിന്നും ലഭിക്കുന്നത്. SBI വഴി ആയിരുന്നു അവർ ഇക്കാലം അത്രയും പണം അയച്ചിരുന്നത്. $400 ആയിരുന്നു കഴിഞ്ഞ മാസങ്ങളൊക്കെ തന്നെ പണം അയക്കാൻ എന്നുള്ളതിൻ്റെ ഒരു പരിധി ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ ലഭിച്ച അറിയിപ്പ് പ്രകാരം $150, അതായത് ഏകദേശം 13,000 രൂപ വരെ മാത്രമേ അവർക്ക് ഇന്ത്യയിലേക്ക് ഇനി പണം അയക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ബാങ്ക് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, വലിയ തുകയ്ക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തതിനു ശേഷമാണ്, വലിയ തുക ശമ്പളം പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഇത്തരം ആളുകളൊക്കെ തന്നെ മാലിദ്വീപിൽ ജോലിക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയത് മൂലം പണം അയക്കാൻ കഴിയാതെ വലിയ പ്രയാസമാണ്. അതാണ് മാലിദ്വീപിലെ പ്രവാസികളുടെ ദുരിതമാണ് മുബഷീർ പി അക്ബർ പറഞ്ഞത്. അവർക്ക് പകുതി തുക മാത്രമേ ഇപ്പോൾ നാട്ടിലേക്ക് അയക്കാൻ കഴിയുന്നുള്ളൂ എന്ന പ്രതിസന്ധിയാണ്.